പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിന് ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ ഒരു ആമുഖം നമ്മൾ മനസ്സിലാക്കാനായിട്ടിടയായി. എന്താണ് വിദ്യാഭ്യാസം എന്നും എന്താണ് വിദ്യാഭ്യാസം 3 തരത്തിലുണ്ട്. നാച്ചുറൽ എഡ്യൂക്കേഷൻ, അതുപോലെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കപ്പെടുവാനായിട്ടിടയായി. അതുപോലെ തന്നെ നമ്മൾ ക്രിസ്തീയ വിദ്യാഭ്യാസം അല്ലെങ്കിൽ എന്താണ് അതിൽ അന്തർലീനമായിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കപ്പെടാനായിട്ട് ഇടയായി, അല്ലേ? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് നമ്മൾ ആമുഖമായിട്ട് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് ക്രിസ്തീയ വിദ്യാഭ്യാസം. ഓക്കെ, ക്രിസ്തീയ വിദ്യാഭ്യാസം എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ക്രിസ്തീയ വിദ്യാഭ്യാസത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ക്രിസ്തീയ വിദ്യാഭ്യാസം എന്നത് ദൈവവചനത്തെ അടിസ്ഥാനമാക്കി മനുഷ്യനെ ആത്മീകവും ഭൗതികവും സാമൂഹികവുമായി വളർത്തി യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ രൂപപ്പെടുത്തുന്ന പരിശീലന പ്രക്രിയയാണ്. ക്രിസ്തീയ വിദ്യാഭ്യാസം എന്നത് വേദപുസ്തക അല്ലെങ്കിൽ ദൈവവചന അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ആത്മീയമായും സാമൂഹികമായും മാനസികമായും വളർത്തി യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ രൂപപ്പെടുത്തുന്ന പഠന പരിശീലന പ്രക്രിയയാണ്. അത് ആ നിർവചനം നമ്മൾ ഒരു ഇച്ചിരൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ക്രിസ്തീയ വിദ്യാഭ്യാസം എന്നത് മനുഷ്യനെ ക്രിസ്തുവിന്റെ രൂപത്തിൽ വളർത്തുന്ന സമഗ്ര വിദ്യാഭ്യാസമാണ്. നമ്മളൊരു ഉദാഹരണമായിട്ട് വിശുദ്ധ വേദോസത്തിൽ ഒരു വേദഭാഗം നമുക്ക് നോക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം, 5-6 വാക്യം. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ അതെ, വായിച്ചാട്ടെ. നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മണ്ണൊഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഓക്കെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഓക്കെ, അതാണ് ക്രിസ്തീയ വിദ്യാഭ്യാസത്തെ ഒരു നിർവചനമായിട്ട് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഇവിടെ കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്.
അപ്പോ ക്രിസ്തീയ വിദ്യാഭ്യാസം എന്നത് മനുഷ്യനെ ക്രിസ്തുവിന്റെ രൂപത്തിൽ വളർത്തുന്ന സമഗ്ര വിദ്യാഭ്യാസമാണ്. രൂപത്തിൽ വളർത്തുന്ന സമഗ്ര വിദ്യാഭ്യാസമാണ്. അപ്പോൾ ക്രിസ്തീയ വിദ്യാഭ്യാസം ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ക്രിസ്തു കേന്ദ്രീകരിച്ച് ക്രൈസ്റ്റ് സെന്റേഡ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് മനസ്സിലാക്കി. ക്രിസ്തീയ വിദ്യാഭ്യാസം ക്രിസ്തു കേന്ദ്രീകൃതമാണ്. അതാണ് മറ്റ് മതേതര വിദ്യാഭ്യാസത്തിൽ നിന്നും ക്രിസ്തീയ വിദ്യാഭ്യാസത്തെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം. ക്രിസ്തീയ വിദ്യാഭ്യാസത്തിലൂടെ അറിവ് മാത്രമല്ല, മനുഷ്യനെ സമൂലമായ മാറ്റത്തിന് അല്ലെങ്കിൽ ഒരു രൂപാന്തരവും ഈ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. പ്രധാനമായിട്ടുള്ള ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന് പ്രധാന ഘടകങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് വേദപുസ്തക അധിഷ്ഠിത പഠനമാണ് ക്രിസ്തീയ വിദ്യാഭ്യാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേദപുസ്തക അധിഷ്ഠിത പഠനമാണ്. ഇപ്പോൾ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഘടകമെന്ന് പറയുന്നത്, ഒന്ന് അതിലെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ വേദപുസ്തക അധിഷ്ഠിത പഠനമാണ്. വേദപുസ്തക അധിഷ്ഠിത പഠനമാണ്. രണ്ട്, ഇത് വിശ്വാസ വളർച്ച ആണ്. ക്രിസ്തീയ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം വിശ്വാസ വളർച്ചയാണ്, വിശ്വാസത്തിന്റെ വളർച്ച. വിശ്വാസത്തിന്റെ വളർച്ച കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ാണ് ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ വളർച്ച പൂർണ്ണമാകുന്നത്. മൂന്ന്, ക്രിസ്തീയ വിദ്യാഭ്യാസത്തിലൂടെ ലഭ്യമാകുന്ന മറ്റൊരു ഘടകമാണ് സ്വഭാവ രൂപീകരണം. സ്വഭാവ രൂപീകരണം. ഓക്കെ, അടുത്തൊരു ഘടകമാണ് ശിഷ്യത്വ പരിശീലനം. ശിഷ്യത്വ പരിശീലനം. ശിഷ്യത്വ പരിശീലനം അടുത്ത പ്രധാന ഒരു ഘടകമാണ്. സഭയും കുടുംബവും മുഖ്യ പങ്ക് വഹിക്കുന്നു. സഭയും കുടുംബവും മുഖ്യ പങ്ക് വഹിക്കുന്നു. അപ്പോ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ഘടകങ്ങൾ ചില ഘടകങ്ങളുണ്ട്. ഒന്ന്, ഇത് വേദപുസ്തക അധിഷ്ഠിത പഠനമാണ്. രണ്ട്, വിശ്വാസത്താലുള്ള വളർച്ച ക്രിസ്തീയ വിദ്യാഭ്യാസത്തിലൂടെ ലഭ്യമാകുന്നു. മൂന്ന്, സ്വഭാവ രൂപീകരണം ക്രിസ്തീയ വിദ്യാഭ്യാസത്തിലൂടെ കരസ്ഥമാക്കപ്പെടുവാനായിട്ട് കഴിയുന്നു. ശിഷ്യത്വ പരിശീലനം ലഭ്യമാകുന്നു. കർത്താവ് ശിഷ്യത്വത്തെ കുറിച്ച് വളരെ നിർവചനം വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നൽകിയിട്ടുണ്ട്. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ ഓരോരുത്തൻ അവനവന്റെ ക്രൂശ്, തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കട്ടെ എന്നാണ്, അല്ലെ? അപ്പൊ അത് തന്നെ ഒരു സെമസ്റ്ററിൽ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് ശിഷ്യത്വം, ഡിസൈപ്പിൾഷിപ്പ്. അപ്പോ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിലൂടെ ഒരു വ്യക്തിയെ ശിഷ്യത്വ പരിശീലനത്തിലൂടെ സ്വയം ത്യജിക്കൽ, സെൽഫ് ഡിനയൽ, സ്വയം ത്യജിക്കൽ, അതുപോലെ തന്നെ മറ്റേതിനേക്കാൾ പൂർണ്ണമായിട്ട് ദൈവികമായിട്ടുള്ള യജമാനന്റെ ഹിതം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ യഥാർത്ഥമായിട്ടൊരു ശിഷ്യത്വത്തിലേക്ക് നയിക്കപ്പെടാനായിട്ട് കഴിയുകയുള്ളൂ. ഇത് ഈ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിലൂടെ സ്വായത്തമാക്കുന്ന ഒരു പരിശീലനമാണ് ശിഷ്യത്വ പരിശീലനം. അടുത്ത ഘടകമാണ് സഭയും കുടുംബവും ഇതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ഒരുവന് വേണ്ടി അല്ലെങ്കിൽ ഒരുവർക്ക് വേണ്ടി ഒരുവർ പ്രാർത്ഥിക്കുന്നു, തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിലൂടെ സഭയ്ക്കും കുടുംബത്തിനും, ഓരോ കുടുംബത്തിനും ഈ വളർച്ചയിൽ പ്രധാന പങ്ക് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത, ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കുറച്ച് പോയിന്റുകൾ നമ്മൾ പഠിച്ചു. ഓക്കെ,
ഒന്ന് ദൈവത്തെ അറിയുക, നോ ഗോഡ്, ദൈവത്തെ അറിയുക എന്നതാണ് ക്രിസ്തീയ വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യമാക്കുന്ന ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദൈവത്തെ അറിയുക. എന്താണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? എനിക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ അനുഭവിച്ചറിയണം, അല്ലെ? അപ്പോ നമ്മുടെ കഷ്ടങ്ങളെ, കർത്താവ് കഷ്ടങ്ങൾ വരരുതേ അല്ലെങ്കിൽ വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ എനിക്ക് അനുഭവിച്ചറിയാനായിട്ട് കൃപ തരണമേ. അപ്പോ ദൈവത്തെ അറിയുക, രുചിച്ചറിയുക എന്നുള്ളതാണ്. 34 സങ്കീർത്തനം 5-ാമത്തെ വാക്യം വായിക്കുന്നത്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുകയും അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അപ്പോ കൂടുതലായി അറിയുമ്പോഴാണ് ആ അറിവ് നമ്മെ ആത്മീയ പക്വതയിലേക്ക്, അല്ലെങ്കിൽ ഒരു പ്രശ്നരഹിതമായിട്ടൊരു ജീവിതമല്ല, പ്രശ്നങ്ങളെ അതിജീവിക്കുവാനായിട്ടുള്ള ഒരു കൃപ നമുക്ക് ആ അറിവിലൂടെ നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അതാണ് കർത്താവ് ശിഷ്യത്വത്തിലേക്ക്, അല്ലെങ്കിൽ ശിഷ്യന്മാരെ പറയുമ്പോൾ ഓരോരുത്തർ തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കട്ടെ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നമുക്ക് മനസ്സിലാക്കപ്പെടാനായിട്ട് കഴിയുന്നു. അപ്പോ ഒന്നാമത്തെ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. 2, ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കുക. മൂന്നാമത്തെ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മീയ വളർച്ച നേടുക. ഓക്കെ, സോറി, ഒരു കോൾ വന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 1, ദൈവത്തെ അറിയുക. 2, ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കുക. 3, ആത്മീയ വളർച്ച നേടുക. ആത്മീയ വളർച്ച നേടുക. ക്രിസ്തീയ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ലഭിക്കപ്പെടുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മീയ വളർച്ച നേടിയെടുക്കാനായിട്ട് സഹായിക്കുന്നു. 4, നല്ല സാക്ഷിയായി ജീവിതം നയിക്കുക എന്നതാണ് ക്രിസ്തീയ വിദ്യാഭ്യാസത്തിലൂടെ ലഭ്യമാകുന്ന ലക്ഷ്യങ്ങൾ. 1, ദൈവത്തെ അറിയുക. 2, ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കുക. 3, ആത്മീയ വളർച്ച നേടുക. 4, നല്ല സാക്ഷിയായി ജീവിതം നയിക്കുക എന്നതാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പോൾ നല്ല സാക്ഷിയായി ജീവിതം നയിക്കുക എന്നുള്ളത് നമുക്ക് തീമോഥെയോസിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിച്ചാൽ അത് നല്ല പേര് ആഗ്രഹിക്കുന്നു. അപ്പോ ഒരു അധ്യക്ഷന്റെ യോഗ്യതകൾ, ക്വാളിഫിക്കേഷൻ ഒക്കെ നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോ ഒരു കുടുംബത്തെ ഭരിക്കാൻ കഴിയാത്തവൻ എങ്ങനെ സഭയെ ഭരിക്കും എന്നുള്ളതൊക്കെ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം അവിടെ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ആത്മീയ നല്ല സാക്ഷിയായി ജീവിതം നയിക്കുക, ഭവനത്തിനകത്ത് മാത്രമല്ല പുറത്തും, അപ്പോ സമൂഹത്തിലും സഭയ്ക്കകത്തും നല്ല സാക്ഷിയായി മാതൃകയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കുന്നത്. അപ്പോ വിദ്യാഭ്യാസം നേടുന്നതിലൂടെ, അറിവ് നമ്മൾ പ്രാപിക്കുന്നതിലൂടെ ആത്മീയമായിട്ടുള്ള ഒരു പക്വതയുടെ ലക്ഷണം നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയുന്നു. അതാണ് നല്ല സാക്ഷിയായി ജീവിതം നയിക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങൾ ദൈവത്തെ അറിയുക എന്നുള്ളതിന് പറയുമ്പോൾ വേദപുസ്തക അടിസ്ഥാനത്തിലൂടെ ദൈവത്തിന്റെ സ്വഭാവവും ഇച്ഛയും മനസ്സിലാക്കുക, ദൈവഹിതവും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ദൈവത്തെ അറിയുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോ യേശു ക്രിസ്തുവിനെ നമ്മുടെ മാതൃകയായി റോൾ മോഡലാക്കി എല്ലാ രീതിയിലും ജീവിതത്തിന്റെ ജീവിതവും ഉപദേശങ്ങളും മാതൃകയാക്കി ദൈനംദിന ജീവിതത്തിൽ അത് നടപ്പാക്കുക എന്നുള്ളതാണ്, ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. അപ്പോ ഒന്ന്, വേദപുസ്തക അടിസ്ഥാനത്തിലൂടെ ദൈവത്തിന്റെ സ്വഭാവവും ദൈവഹിതവും മനസ്സിലാക്കുക എന്നതാണ് ദൈവത്തെ അറിയുക എന്നുള്ളത് കൊണ്ട് പൂർണ്ണമായി ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, ക്രിസ്തുവിന്റെ ജീവിതവും ഉപദേശങ്ങളും മാതൃകയാക്കി ദൈനംദിനം ജീവിതത്തിൽ നടപ്പാക്കുക, ദൈനംദിന ജീവിതത്തിൽ നടപ്പാക്കുക. അടുത്ത രണ്ടാമത്തെ പോയിന്റ്, രണ്ടാമത്തെ ലക്ഷ്യം നമ്മൾ ചിന്തിച്ച് ആത്മീയ വളർച്ച നേടുക എന്നുള്ളതാണ്. ഇത് വിശ്വാസത്തിൽ വളർന്ന് പ്രാർത്ഥന, വചന പഠനം, വചന ധ്യാനം, ആത്മീയ ശീലങ്ങൾ എന്നിവയിൽ സ്ഥിരത നേടുക എന്നുള്ളതാണ്. അപ്പോൾ ആത്മീയ വളർച്ച നേടുക, വിശ്വാസത്തിൽ വളർന്ന് പ്രാർത്ഥന, വചന പഠനം, വചന ധ്യാനം, ആത്മീയ ശീലങ്ങൾ എന്നിവയിൽ സ്ഥിരത നേടുക. ഓക്കെ, അപ്പോ ഇതിലൊരു സ്ഥിരത എന്ന് പറഞ്ഞാൽ ചില പ്രയാസങ്ങൾ വന്നെങ്കിൽ മാത്രമേ അവര് പ്രാർത്ഥിക്കുകയുള്ളൂ, അല്ലെ, ദൈവത്തോട് അടുത്ത് വരികയുള്ളൂ. എന്നാൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആകുമ്പോൾ പിന്നെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു മനോഭാവമുണ്ട്. എന്നാൽ മറ്റു ചിലരെ കുറിച്ച് അങ്ങനെയല്ല. സങ്കടം വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും സന്തോഷം വരുമ്പോൾ ദൈവത്തെ കൂടുതലായി സ്നേഹിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതല്ല, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എന്തുവാ നിയന്ത്രിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് ആത്മീയ വളർച്ച നേടുക എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസം വളരണം, പ്രാർത്ഥിക്കണം. സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ദാവീദും അതുപോലെ തന്നെ ഭക്തന്മാർ സങ്കീർത്തനം എഴുതുമ്പോൾ അവരുടെ പ്രയാസത്തിൽ, ഹൃദയ നുറുക്കത്തിൽ ദൈവത്തോട് നിലവിളിച്ചു, അല്ലെ. പ്രയാസങ്ങൾ വരുമ്പോൾ അവർ അധികമായിട്ട് ദൈവത്തോട് നിലവിളിച്ച സന്ദർഭങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒരു ആരോഗ്യകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഘട്ടമാണ്, ലക്ഷ്യമാണ് ആത്മീയ വളർച്ച നേടുക എന്നുള്ളത്. അത് വിശ്വാസത്തിൽ വളർന്ന് പ്രാർത്ഥന, വചന പഠനം, ആത്മീയ ശീലങ്ങൾ എന്നിവയിൽ സ്ഥിരത നേടുക എന്നുള്ളതാണ്. ഓക്കെ, 61 സങ്കീർത്തനം അതിന്റെ രണ്ടാമത്തെ വാക്യം തോന്നുന്നു. 61 സങ്കീർത്തനം രണ്ടാമത്തെ വാക്യം. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തുനിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തേണമേ. ഓക്കെ, ഇവിടെ സംഘടനകൾ പറയുന്ന ഒരു വളരെ ഉറപ്പായിട്ടുള്ളൊരു കാര്യം നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. രണ്ടാമത്തെ വാക്യം നാം ശ്രദ്ധിച്ചു. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, കണ്ടോ, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതനായ പാറയിലേക്ക് എന്നെ നടത്തണമേ. എന്തുകൊണ്ടാണ് ഹൃദയം അല്ലെങ്കിൽ ഹൃദയം ക്ഷീണിച്ചിരിക്കുമ്പോൾ ഭക്തൻ ദൈവത്തോട് പ്രാർത്ഥിക്കും എന്ന് വളരെ ഉറപ്പോടുകൂടെ പറയുന്നതിന്റെ കാരണം മൂന്നാമത്തെ വാക്യത്തിൽ അവിടെ വ്യക്തമാക്കുന്നു. എന്ന് പറഞ്ഞാൽ സങ്കേതവും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരവുമായിരിക്കുന്നുവല്ലോ. ഈ ഒരു ഉറപ്പാണ് തന്റെ ഹൃദയ ക്ഷീണത്തില്, അല്ലെങ്കിൽ ക്ഷീണിച്ചിരുന്നപ്പോഴും താൻ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കാനായിട്ടുള്ള ഒരു കാരണം. ദൈവം എനിക്കൊരു സങ്കേതമാണ്, ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ എന്നുള്ളത്. അപ്പോ ഇതാണ് ഒരു ആത്മീയ വളർച്ചയുടെ പക്വത അല്ലെങ്കിൽ ലക്ഷ്യം എന്നുള്ളത് നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത് വിശ്വാസത്തിൽ വളരണം, പ്രാർത്ഥന, വചന പഠനം, വചന ധ്യാനം, ആത്മീയ ശീലങ്ങൾ എന്നിവയിൽ സ്ഥിരത നേടുക എന്നുള്ളതാണ്. അപ്പോ അടുത്ത പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്രിസ്തീയ സ്വഭാവ രൂപീകരണം എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു സ്വഭാവത്തിനുടമയാകുന്നു. അതെങ്ങനെയാണ്? സ്നേഹം, ക്ഷമ, വിനയം, നീതി തുടങ്ങിയ ക്രിസ്തീയ മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രകടമാക്കുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആത്മാവിന്റെ ഫലങ്ങൾ, അല്ലെ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലാണ് ആത്മാവിന്റെ ഫലങ്ങൾ: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത,
സൗമ്യത ഇന്ദ്രിയ ജയം. അപ്പോ സ്നേഹം, ഇത് എന്നിത്യാദി കാര്യങ്ങൾ തുടങ്ങിയ ക്രിസ്തീയ മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രകടമാക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ക്രിസ്തീയ സ്വഭാവ രൂപീകരണത്തിലൂടെ പ്രകടമാകുന്നത്. ഓക്കെ, യോഹന്നാന്റെ ലേഖനങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണപ്പെടുന്ന ഒരു കാര്യമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയും, സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇരുളിലിരിക്കുന്നു, അവന് ദൈവസ്നേഹമില്ല എന്ന്. മറ്റൊരു ഭാഗത്ത് പറയുന്നു അവൻ കള്ളനാകുന്നു എന്നാണ്, അല്ലെ? അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കുകയും ചെയ്യാത്തവൻ കള്ളനാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ദൈവത്തോടുള്ള സ്നേഹം? ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. ഓക്കെ, അപ്പോ ഇത് ക്രിസ്തീയ സ്വഭാവത്തിൽ നിന്ന് ഉടലെടുക്കേണ്ടുന്ന മൂല്യങ്ങളാണ്. ഇത് ക്രിസ്തീയ മൂല്യങ്ങളാണ്, അല്ലെ? ഈ ക്രിസ്തീയ മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രകടമാകുന്ന ഒരു അവസ്ഥയാണ് ക്രിസ്തീയ സ്വഭാവ രൂപീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത നമ്മൾ പറഞ്ഞത് ശിഷ്യത്വത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. ശിഷ്യത്വം, അല്ലെ? ശിഷ്യത്വം, ഡിസൈപ്പിൾഷിപ്പ്. ഇതെങ്ങനെയാണ് ഒരു വിശ്വാസികളെ ശിഷ്യരാക്കുകയും മറ്റുള്ളവരെ ശിഷ്യരാക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ മഹാനിയോഗം. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 19-20 വായിക്കാമോ? നമുക്കറിയാവുന്ന വാക്യമാണെങ്കിലും ഇത് ക്ലാസ് ആയതുകൊണ്ട് ഒന്ന് വായിച്ചു പോകാൻ നല്ലതാണ്. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ആമേൻ. ഇവിടെ നാം കാണാൻ കഴിയുന്നത് ഇതൊരു മഹത്തായ ഒരു നിയോഗമാണ്. ശിഷ്യന്മാർക്കുള്ള കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ കൊടുത്ത മഹാനിയോഗമാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. 19-ാമത്തെ വാക്യത്തിലാണ് ആ നിയോഗം ഉറപ്പിച്ച് പറയുന്നത്. എന്താണ്? ഗോ ദെയർഫോർ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും, അടുത്ത സെന്റൻസ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. കണ്ടോ, ആ ഒരു സെന്റൻസ് വളരെ പ്രസക്തമാണ്. കണ്ടോ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്, അല്ലെ? അപ്പോ ചിലരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ ചെയ്യേണ്ടത് ചെയ്തു ഇനി അവരനുസരിച്ചാൽ വിടുതല. അതല്ല. അപ്പോ നമുക്ക് അത് നമ്മൾ പറഞ്ഞ വചനങ്ങൾ അവര് പ്രമാണിക്കാൻ തക്കവണ്ണം നമ്മൾ എന്ത് ചെയ്യണം? അതിന് തക്കതായിട്ട് നമ്മൾ ഉപദേശിക്കണം എന്നുള്ളതാണ് ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അത് ഉപദേശിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളോട് ഇതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. അപ്പോ ആ പ്രമാണങ്ങൾ നമ്മിൽ ഉണ്ടാകണം. നമ്മിൽ ആ പ്രമാണം നമ്മൾ അനുഷ്ഠിക്കുന്നവരായിരിക്കണം എന്നുള്ളത്, പാലിക്കപ്പെടുന്നവരായിരിക്കണം എന്നുള്ളതാണ്. പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. എന്നിട്ട് കർത്താവ് വരുന്ന ഒരു ഉറപ്പാണ്, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാ. അപ്പോ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാനായിട്ടുള്ള കൃപ നമുക്ക് പ്രാപിച്ചെടുക്കാനായിട്ട് ഇടയാകും എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഓക്കെ, അപ്പോ വിശ്വാസികളെ ശിഷ്യരാക്കുകയും മറ്റുള്ളവരെ ശിഷ്യരാക്കി പ്രാപ്തരാകുകയും ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത നമ്മൾ മനസ്സിലാക്കാനായിട്ട് സഭയോടുള്ള ഉത്തരവാദിത്വ ബോധവും വളർത്തുക എന്നുള്ളതാണ്. സഭയുടെ സേവനങ്ങളിലും പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കാൻ പ്രേരിപ്പിക്കുക. ഓക്കെ, ഒരു സഭ എന്ന് പറയുന്നത് 4 ചുവരുകൾക്കുള്ളിൽ കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് അല്ല സഭ എന്നുള്ളത്, അല്ലെ? നമ്മൾ അതിന്റെ മൂലഭാഷ പഠിക്കുമ്പോൾ എക്ലീഷ്യ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സഭ എന്ന പദം രൂപപ്പെട്ടത്, അല്ലെ? ചർച്ച് എന്ന് പറഞ്ഞാൽ ഇത് പ്രത്യേക ഉദ്ദേശത്തിന് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ്. പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ആ കൂട്ടത്തിലാണ് കർത്താവ് പറഞ്ഞ 2 or 3 പേർ ദൈവനാമത്തിൽ എവിടെ കൂടിയാൽ അവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്നത്, അല്ലെ? അല്ലാതെ 7-8 കൂടുന്ന ഒത്തിരി കൂട്ടങ്ങളുണ്ട്, അല്ലെ? പക്ഷെ നമ്മൾ ദൈവനാമത്തിൽ
രണ്ടോ മൂന്നോ പേർ കൂടുന്ന ഏതൊരു സ്ഥലത്തും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ആ ഒരു സഭയാകുമ്പോൾ നമുക്ക് ബിൽഡിംഗ് ആവശ്യമാണ്. അപ്പോൾ തന്നെ എല്ലാറ്റിലുപരിയായ ഒരു കൂട്ടായ്മ, യൂണിറ്റി, ഐക്യത എല്ലാം ആവശ്യമാണ്. സഭയുടെ സേവനങ്ങൾ, അപ്പോൾ ഒരു സഭയാകുമ്പോൾ അതിൻ്റെതായ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ, ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല മറ്റ് ഭൗതിക കാര്യങ്ങളിൽ, ഒരു കൺസ്ട്രക്ഷന്റെ ബിൽഡിംഗ് ആണെങ്കിൽ, പണിക്കാണെങ്കിലും, അല്ലെങ്കിൽ മറ്റ് ആലയ ഡെക്കറേഷൻ ആണെങ്കിലും, അല്ലെങ്കിൽ ക്ലീനിങ് കാര്യങ്ങളിലാണെങ്കിലും, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്നാൽ അത് ദൈവവേലയുടെ ഒരു ഭാഗമാണ്, അല്ലെ? അപ്പോ അത് ദൈവനാമത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ നൽകാനായിട്ട് ഇടയാം. കർത്താവിന്റെ വചനം പറയുന്നു, കർത്താവിന്റെ വേല ഉദാസീനതയോടെ ചെയ്യുന്നവർ എന്താണ്? ശപിക്കപ്പെട്ടവരെന്ന ദൈവത്തിന്റെ വചനത്തിലായി. അപ്പോ എന്ത് ചെയ്താലും, ചിലർക്ക് ഒരു വർഷിപ്പ് ലീഡ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവായിരിക്കാം, ചിലർക്ക് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവായിരിക്കാം, ചിലർക്ക് നന്നായിട്ട് ചർച്ചെല്ലാം ക്ലീൻ ചെയ്ത് നീറ്റായിട്ട് പായോ കസേരയൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്യൂട്ടി ആയിരിക്കാം. അപ്പോ നമ്മളതൊരു ഒരു ഡീഗ്രേഡ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ എനിക്ക് ഇന്ന ജോലി എനിക്ക് ലഭിച്ചുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഉള്ളമായി പങ്കെടുക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങളും ഘടകങ്ങളും എന്നുള്ള അതിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയാകുന്നത്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചിന്തിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ചു, ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ വിദ്യാഭ്യാസം ചരിത്രത്തിലൂടെ, അല്ലെ? ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ. യഹൂദ വിദ്യാഭ്യാസം നമ്മൾ പഠിച്ചത്, വിദ്യാഭ്യാസം ഭവനത്തിൽ നിന്നാണ് വിദ്യാഭ്യാസം തുടങ്ങുന്നതെന്ന് നമ്മൾ പഠിച്ചല്ലേ? പേരൻസ് ആണ്, മാതാപിതാക്കളാണ് പ്രഥമ അല്ലെങ്കിൽ പ്രാഥമിക അധ്യാപകർ, പ്രഥമ അധ്യാപകർ. പ്രൈമറി ടീച്ചേഴ്സ് വേർ പേരൻസ്. മാതാപിതാക്കളാണ് ആദ്യ ഓക്കെ. ഇതുവരെ നല്ല ചൂടായിരുന്നു. പെട്ടെന്ന് ഒരു മഴ പെയ്തപ്പോഴേക്കും ജനലിലൂടെയൊക്കെ വെള്ളമൊക്കെ വരും, അതൊക്കെ അടച്ചണം. ഓക്കെ ഓക്കെ, സഹായിക്കുന്നു. അപ്പോ യഹൂദ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഭവനത്തിൽ തന്നെയാണ് വിദ്യാഭ്യാസം നടന്നിരുന്നത്. യഹൂദന്മാരുടെ മത വിദ്യാഭ്യാസത്തിനുള്ളിൽ. ഓക്കെ. അപ്പോ അതിന്റെ ആദ്യത്തെ അധ്യാപകർ എന്ന് പറയുന്നത് മാതാപിതാക്കൾ തന്നെയായിരുന്നു അധ്യാപകർ, അല്ലേ? അത് നമ്മൾ പഠിച്ചല്ലേ? ഭവനം ഒരു വിദ്യാലയം, അത് നമ്മൾ പഠിച്ചല്ലോ. യെസ്. രണ്ടാമത്തെ കാര്യം, പുരോഹിതന്മാരും പ്രവാചകന്മാരും അധ്യാപക ശുശ്രൂഷയിലേക്ക് വന്നത് പഠിച്ചായിരുന്നു, അല്ലേ? അത് നമ്മൾ റെഫറൻസും എഴുതിയായിരുന്നു. ഓക്കെ. ആദ്യം പ്രൈമറി, ആദ്യം മാതാപിതാക്കളായിരുന്നു അധ്യാപകന്മാർ. അത് കഴിഞ്ഞിട്ട് ഈ അധ്യാപനത്തിലേക്ക് പുരോഹിത. ഒരു മിനിറ്റ്.
എന്തായിരുന്നു പുരോഹിതന്മാരുടെ ദൗത്യം എന്നുള്ളത്? ജനത്തിന് ദൈവത്തിന്റെ സ്വഭാവവും ഇഷ്ടവും ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാനായിരുന്നു പുരോഹിതന്മാർ. ജനത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവവും ഇഷ്ടവും ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നവരായിരുന്നു പുരോഹിതന്മാർ. ദൈവത്തിന്റെ സ്വഭാവവും ഇഷ്ടവും ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നവരായിരുന്നു പുരോഹിതന്മാർ. അപ്പോ ദൈവത്തിനും ജനത്തിനും മധ്യേ ജനത്തിനും ദൈവത്തിനും മധ്യസ്ഥനായിട്ട് മധ്യവർത്തികൾ ചെയ്ത അല്ലെങ്കിൽ പ്രവർത്തിക്കാനായിട്ട് പുരോഹിതന്മാർ അല്ലെങ്കിൽ മതാനുഷ്ഠാനങ്ങൾ, യാഗങ്ങൾ നടത്താനായിട്ട് പുരോഹിതന്മാരെ നിയമിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അത് മാത്രമല്ല, നമ്മൾ ആവർത്തന പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ന്യായപ്രമാണ പുസ്തകം പഠിപ്പിക്കുന്നതിനായി പുരോഹിതന്മാർ നിയമിക്കപ്പെട്ടതായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോ യിരെമ്യാ പ്രവാചക പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റഫറൻസ് എഴുതുമെന്ന് വിശ്വസിക്കുന്നു. അവിടെ വായിക്കുന്ന ന്യായപ്രമാണജ്ഞരായ പുരോഹിതന്മാർ എന്ന ഒരു പദം അവിടെ കാണാനായിട്ട് കഴിയുന്നു. ന്യായപ്രമാണജ്ഞരായ പുരോഹിതന്മാർ. യിരെമ്യാവ് 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. യിരെമ്യാ പ്രവാചക പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. യഹോവ എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല, ന്യായപ്രമാണജ്ഞന്മാർ എന്നെ അറിഞ്ഞില്ല. അവിടെ വായിക്കുന്നത് ന്യായപ്രമാണജ്ഞന്മാർ. അപ്പോ പുരോഹിതന്മാർ ഈ അധ്യാപക ശുശ്രൂഷയിലേക്ക് നയിക്കപ്പെട്ടു എന്നുള്ളത് കാണാനായിട്ട് കഴിയുന്നു. അത് മാത്രമല്ല, യാഗങ്ങൾ നടത്തുന്നതിലൂടെ പുരോഹിതന്മാർ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവ സ്വഭാവം മനുഷ്യർ മനസ്സിലാക്കുന്നതിനുള്ള ഉപാധിയായിരുന്നു യാഗങ്ങൾ. അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് യാഗങ്ങൾ നടത്തിയത്? ദൈവ സ്വഭാവ ഉപാധിയായിരുന്നു. ദൈവ സ്വഭാവം മനുഷ്യർ മനസ്സിലാക്കുന്നതിനുള്ള ഉപാധിയായിരുന്നു യാഗങ്ങൾ. അപ്പോ ദൈവത്തിന്റെ വിശുദ്ധിയും സാന്നിധ്യം ഈ ക്രിയയിൽ അടങ്ങിയിരിക്കുന്നു. പുതിയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. പഴയ നിയമത്തിൽ ജനങ്ങൾക്ക് യാഗം കഴിക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു. പുരോഹിതൻ ജനത്തിന് പകരമായിട്ട് യാഗം കഴിക്കുന്നതായിരുന്നു, അല്ലെ? അപ്പോ അതിലൂടെ മനസ്സിലാക്കുന്നത് വിശുദ്ധിയും ദൈവ സാന്നിധ്യവും ഈ യാഗങ്ങളിലൂടെ, ഈ ക്രിയയിലൂടെ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത പ്രവാചകന്മാർ അധ്യാപക ശുശ്രൂഷയിലേക്ക് വന്നു. പ്രവാചകന്മാർ, പ്രോഫറ്റ്സ്, ദൈവത്തിന്റെ അരുളപ്പാട് ഹിതവും ജനത്തിന് നൽകുന്നവരായിരുന്നു പ്രവാചകന്മാർ. ആരായിരുന്നു പ്രവാചകന്മാർ? ദൈവത്തിന്റെ അരുളപ്പാടും ഹിതവും ജനത്തിന് നൽകുന്നവരായിരുന്നു പ്രവാചകന്മാർ. ദൈവത്തിന്റെ അരുളപ്പാടും ഹിതവും ജനത്തിന് നൽകുന്നവരായിരുന്നു പ്രവാചകന്മാർ. നിങ്ങൾക്ക് എന്റെ ശബ്ദം ക്ലിയർ ആകുന്നുണ്ടോ? ഇവിടെ മഴയുടെ നല്ല ഒരു ഇതുള്ളതുകൊണ്ട് ശബ്ദം ഡിസ്റ്റർബ് ആകുന്നുണ്ട്. കുഴപ്പമില്ലല്ലോ, അല്ലേ? ഇല്ല. ഓക്കെ.
ശബ്ദം ക്ലിയർ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഓഫ് ആക്കിയിരിക്കുന്നത്. ചില സമയത്ത് ഞാൻ വീഡിയോ ഓൺ ആക്കാം. ഓക്കെ. അപ്പോ ദൈവത്തിന്റെ അരുളപ്പാടും ഹിതവും ജനത്തിന് നൽകുന്നവരായിരുന്നു പ്രവാചകന്മാർ. ദൈവകൽപ്പനകൾ അനുവർത്തിക്കേണ്ട ചുമതല നിർവഹിച്ചു. അപ്പോ ദൈവകൽപ്പനകൾ അനുവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ജനത്തെ പഠിപ്പിക്കുന്നതായിരുന്നു പ്രവാചകന്മാരുടെ ദൗത്യം. ദൈവകൽപ്പനകൾ അനുവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ജനത്തെ പഠിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്തം, ചുമതല പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടിരുന്നു. പഴയ നിയമകാലത്ത് എലിശ പ്രവാചകന്റെ കാലത്ത് പ്രവാചകന്മാർ ഒരുമിച്ച് താമസിച്ചിരുന്നു. ഇത്തരം ഒരു കൂട്ടം പ്രവാചകന്മാരെ പ്രവാചക ഗണം എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. പ്രവാചക ഗണം എന്ന് അവർ അറിയപ്പെട്ടിരുന്നു. 1 ശമൂവേൽ 10-ാം അധ്യായം 10-ാമത്തെ വാക്യം. 1 Samuel chapter 10 verse 10. അവർ അവിടെ ഗിരിയിൽ എത്തിയപ്പോൾ ഒരു പ്രവാചക ഗണം ഇതാ അവനെതിരെ വരുന്നു. ഓക്കെ. അപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കപ്പെടുവാനായിട്ട് ഇടയാക്കുന്നത് എലിശ പ്രവാചകന്റെ കാലത്ത് ഇങ്ങനെയുള്ള പ്രവാചകർ ഒരുമിച്ച് താമസിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ഇതിന് പറയുന്നത് പ്രവാചക ഗണം എന്നാണ് ഈ കൂട്ടരെ അറിയപ്പെട്ടിരുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലും 2-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലും പ്രവാചകന്മാർക്കുള്ള പാഠശാലകൾ നിലവിലുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കപ്പെടാനിടയാകുന്നു. 2 Kings chapter 2 verse 3 മുതൽ 5 വരെയുള്ള വാക്യം. ബേഥേലിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ പുറത്തു വന്നവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനനെ നിന്റെ തലയ്ക്കിൽ നിന്ന് എടുത്തുകൊള്ളുമെന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, അതേ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, എലീശേ, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ എരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ യഹോവിലേക്ക് പോയി. യെരിഹോവിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ വന്നവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനെ നിന്റെ തലയ്ക്ക് നിന്ന് എടുത്തുകൊള്ളുമെന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, അതേ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇവിടെ പ്രവാചകന്മാരുടെ ഒരു ഗണത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ കൂടെ പ്രവാചക ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പാഠശാലകളും നിലവിലുണ്ടായിരുന്നു. യഹൂദ മതവിദ്യാഭ്യാസത്തിൽ പ്രവാചകന്മാരുടെ പങ്ക് വളരെ ആയിരുന്നുവെന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ യഹൂദ മതവിദ്യാഭ്യാസത്തിൽ പ്രവാചകന്മാരുടെ പങ്ക് വളരെ ആയിരുന്നുവെന്ന് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ഭാഗം ആദിമസഭയും ക്രിസ്തീയ വിദ്യാഭ്യാസവും. Early church and Christian education. ആദിമസഭയും ക്രിസ്തീയ വിദ്യാഭ്യാസവും. എനിക്ക് തോന്നുന്നു നമ്മുടെ താലന്ത് പരിശോധനകളിൽ ഉപന്യാസത്തിനൊക്കെ വരുന്ന ഒരു വിഷയമാണ്, അല്ലെ?
ആദിമസഭയും ക്രിസ്തീയ വിദ്യാഭ്യാസവും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടാനായിട്ട് ഇടയാണ്. അപ്പോൾ ആദിമസഭയും ക്രിസ്തീയ വിദ്യാഭ്യാസവും യഹൂദന്മാരുടെ ഇടയിൽ യഹൂദന്മാരുടെ ഇടയിലെ പോലെ തന്നെ ആദിമസഭയ്ക്കും ഭവനമായിരുന്നു പ്രാഥമിക വിദ്യാലയം. അപ്പോ യഹൂദന്മാരുടെ ഇടയിലെ പോലെ തന്നെ ആദിമസഭയ്ക്കും ഭവനമായിരുന്നു പ്രാഥമിക വിദ്യാലയം. ഇത് കൂടാതെ തങ്ങളുടെ ഉപദേശം പഠിപ്പിക്കുന്നതിനുള്ള സ്ഥലമായി യഹൂദന്മാരുടെ സിനഗോഗുകളും അവർ പ്രയോജനപ്പെടുത്തി. അപ്പോ ആദിമസഭയും വിദ്യാഭ്യാസം നടത്തിയിരുന്നു ഭവനത്തിലായിരുന്നു പ്രാഥമിക വിദ്യാലയം അല്ലെങ്കിൽ വിദ്യാഭ്യാസം നടത്തിയിരുന്നത്. ഇത് കൂടാതെ തങ്ങളുടെ ഉപദേശം പഠിപ്പിക്കുന്നതിനുള്ള സ്ഥലമായി യഹൂദന്മാരുടെ സിനഗോഗുകൾ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ആരാധന കേന്ദ്രം സിനഗോഗുകൾ ഉപദേശം പഠിപ്പിക്കുന്നതിനുള്ള സ്ഥലമായിട്ട് അവർ പ്രയോജനപ്പെടുത്തി. സിനഗോഗുകൾ ഓക്കെ. സഭയുടെ ആരംഭത്തിൽ ഔദ്യോഗിക പാഠശാലകൾ ഇല്ലായിരുന്നുവെങ്കിലും അപ്പല്ലോസിന്റെ അക്കില്ലോസ് പ്രസ്കില്ല ദമ്പതികൾ ഭവനത്തിൽ കൈക്കൊണ്ട ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി തെളിയിച്ചു നൽകി. വിശുദ്ധ വേദപുസ്തകം പഠിക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 18 വേഴ്സ് 26. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 26-ാമത്തെ വാക്യം. അത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു, അക്കില്ലോസ് പ്രസ്കില്ല ദമ്പതികൾ ഭവനത്തിൽ കൈക്കൊണ്ട് ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി തെളിയിച്ചു നൽകിയത് ആദിമസഭയുടെ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന് ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരാൾക്കൊന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 18:26. അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അക്വിലാസും പ്രിസ്കില്ലയും അവന്റെ പ്രസംഗം കേട്ടാറേ അവനുമായി അവന് തെളിയിച്ചു കൊടുത്തു. ഓക്കെ. അപ്പോ അവിടെ ഈ ആദിമസഭ നമ്മൾ പഠിക്കുമ്പോൾ ഈ ദമ്പതികൾ അക്വിലാസും പ്രിസ്കില്ല ദമ്പതികൾ ഭവനത്തിൽ കൈക്കൊണ്ട ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായിട്ട് നൽകിയത് ആദിമസഭയുടെ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ റെഫറൻസ് നമ്മൾ മറന്നു. ഒരു അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 26-ാമത്തെ വാക്യമാണ്. ഇതുകൂടാതെ എഫെസോസിലെ ശിഷ്യന്മാരെ തുറന്നോസിന്റെ പാഠശാലയിൽ 2 സംവത്സരത്തോളം അപ്പോസ്തലനായ പൗലോസ് വചനം പഠിപ്പിച്ചു. അത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാനായിട്ട് കഴിയുന്നു. 19-ാം അധ്യായം 8-ാമത്തെ വാക്യം, 8 മുതലുള്ള വാക്യങ്ങൾ. പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വേദവാക്യങ്ങൾ മറ്റൊരു ഉദാഹരണമായിട്ട് കാണാം. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെ കുറിച്ച് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന് മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു തുറന്നോസിന്റെ പാഠശാലയിൽ ദിനം പ്രതി സംവാദിച്ചു പോന്നു. ഓക്കെ. അവിടെ തുറന്നോസിന്റെ പാഠശാലയിൽ ശിഷ്യന്മാരെ അപ്പോസ്തലനായ പൗലോസ് വചനം പഠിപ്പിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവിക ഉപദേശത്തിനും പഠനത്തിനും തുല്യ സ്ഥാനമായിരുന്നു ആദിമസഭ നൽകിയിരുന്നത്. ദൈവിക ഉപദേശത്തിനും പഠനത്തിനും തുല്യ സ്ഥാനമായിരുന്നു ആദിമസഭ നൽകിയിരുന്നത്. അപ്പോ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം നോക്കുമ്പോൾ അല്ലേ, കേവലം അത് അറിവിന് വേണ്ടിയും അറിവ് മറ്റ്
കാര്യങ്ങളിലേക്ക് നയിക്കപ്പെടുമ്പോൾ ആത്മീയത്തിൽ നിന്ന് അല്ലെങ്കിൽ ആത്മീയ പക്വതയിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒരു മനോഭാവമാണ്. എന്നാൽ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അത് ദൈവിക ഉപദേശത്തിനും പഠനത്തിനും തുല്യ സ്ഥാനമായിരുന്നു ആദിമസഭ നൽകിയിരുന്നത്. സഭയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന അപ്പോസ്തലന്മാർ എല്ലാം തന്നെ മികച്ച അധ്യാപകർ കൂടിയായിരുന്നു. അപ്പോ കണ്ടോ, ഈ വിദ്യാഭ്യാസം അല്പം കൂടി അത് വളർന്നു വരികയാണ്. മാതാപിതാക്കളിൽ നിന്നും അധ്യാപക പുരോഹിതന്മാരും പ്രവാചകന്മാർ ഏറ്റെടുക്കുന്നു. പിന്നെ റബിമാർ, ശാസ്ത്രിമാർ ആ പഠനത്തിലേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോസ്തലന്മാരെ ദൈവിക പഠനത്തിലേക്ക് അല്ലെങ്കിൽ അധ്യാപനത്തിലേക്ക് നയിക്കപ്പെടുന്നു. അപ്പോസ്തലന്മാരുടെ ആദിമസഭ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പോകുന്നുവെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-42 മുതൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു അല്ലെ. ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-42 മുതലുള്ള വാക്യങ്ങൾ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഓക്കെ, അപ്പോ അവിടെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അപ്പോ അപ്പോസ്തലന്മാർ അടുത്ത് ഈ അധ്യാപന ശുശ്രൂഷയിലേക്ക് വരുന്ന ഒരു രംഗം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കപ്പെടാനായിട്ട്. ഉപദേശത്തിനും പഠനത്തിനും തുല്യ സ്ഥാനമായിരുന്നു ആദിമസഭ നൽകിയിരുന്നത്. സഭയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന അപ്പോസ്തലന്മാർ എല്ലാം തന്നെ മികച്ച അധ്യാപകരായിരുന്നു. യഹൂദ റബിമാരുടെ രീതി ആയിരുന്നു അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകൾ. അപ്പോൾ ഈ അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുടെ രീതി എങ്ങനെയായിരുന്നു? യഹൂദ റബിമാരുടെ ഗുരുക്കന്മാരുടെ രീതിയായിരുന്നു. യഹൂദ റബിമാരുടെ രീതിയായിരുന്നു അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകൾക്ക്. എന്നാൽ വിഷയം എന്ന് പറയുന്നത്, ഈ പഠിപ്പിക്കലുള്ള പ്രധാന വിഷയം എന്ന് പറയുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായിരുന്നു. അപ്പോ ക്രൈസ്റ്റ് സെന്റേർഡ് എഡ്യൂക്കേഷനാണ് അവർ പ്രാധാന്യം നൽകുന്നത്. ക്രിസ്തു കേന്ദ്രീകൃതമായിരുന്നു അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുടെ മെത്തേഡുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. പൗലോസിന്റെ ആശയവിനിമയം മിക്കവാറും പഠിപ്പിക്കൽ രൂപത്തിലായിരുന്നു. തന്റെ ലേഖനങ്ങൾ അതിന് മികച്ച ഉദാഹരണങ്ങളാണ്. 1-ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴും ക്രിസ്തീയ വിദ്യാഭ്യാസത്തിനായി സ്കൂളുകൾ നിലവിൽ വന്നു. അപ്പോസ്തലനായ പൗലോസും നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുണ്ട് അല്ലെ. അതിൽ 21 ലേഖനങ്ങളാണ്. ആ 21 ലേഖനങ്ങളിലും 14 ലേഖനങ്ങൾ അല്ലെങ്കിൽ 13+1 14 ലേഖനങ്ങൾ അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ടതായിട്ട് നമുക്ക് കാണപ്പെടാനായിട്ടില്ല. അപ്പോൾ ഈ ലേഖനങ്ങളെല്ലാം വായിക്കുമ്പോൾ ഒരു പഠനം പോലെയാണ് നമുക്ക് അനുഭവിക്കുന്നത് അല്ലെ. ഒരു പഠനം പോലെയാണ് നമുക്ക് അത് മനസ്സിലാക്കപ്പെടാനായിട്ട് ഇടയാകുന്നത്. അപ്പോസ്തല പൗലോസ് നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻ സഭയോടുള്ള ബന്ധത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയിലായിരിക്കുന്ന വ്യക്തി എങ്ങനെ ആയിരിക്കണമെന്നുള്ള ഒരു പഠിപ്പിക്കലുകൾ വ്യക്തമായ ഈ 13 ലേഖനങ്ങളിൽ 3 ഡിവിഷനായിട്ട് തിരിച്ചിരിക്കുന്നു അല്ലെ. ജനറൽ എപ്പിസ്റ്റൽസ്, പാസ്റ്റർ എപ്പിസ്റ്റൽസ്, പ്രിസൺ എപ്പിസ്റ്റൽസ്, കാരാഗ്രഹ ലേഖനം അല്ലെ. പൊതുലേഖനങ്ങൾ, ഇടയലേഖനങ്ങൾ, കാരാഗ്രഹ ലേഖനങ്ങൾ എന്നീ 3 ഗ്രൂപ്പായിട്ട് അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഈ ലേഖനങ്ങളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഒരു പഠനം പോലെ നമുക്ക് അറിവ് അല്ലെ, ഓരോ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഇൻസ്ട്രക്ഷൻ, കൃത്യമായിട്ടൊരു മാർഗനിർദ്ദേശം നമുക്ക് മനസ്സിലാക്കപ്പെടാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോ പൗലോസിന്റെ ലേഖനങ്ങൾ അതിന് മികച്ച ഉദാഹരണങ്ങളാണ്. 1-ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും ക്രിസ്തീയ വിദ്യാഭ്യാസത്തിനായി സ്കൂളുകൾ നിലവിൽ വന്നു. കണ്ടോ, ഇതുവരെയും യഹൂദ വിദ്യാഭ്യാസത്തിന്റെ നമ്മൾ ചരിത്രം പഠിച്ചു, ആദിമസഭയുടെ ചരിത്രം പഠിച്ചു. ഇതുവരെയും ഭവനങ്ങളായിരുന്നു വിദ്യാലയങ്ങൾ. പിന്നെ യഹൂദ മതങ്ങൾ ഉപദേശങ്ങൾ പഠിപ്പിക്കാനായിട്ട് അവരുടെ ആരാധന കേന്ദ്രമായ സിനഗോഗുകളെയും അവരെന്ത് ചെയ്തു? വിദ്യാലയങ്ങളായിട്ട് അവര് സ്വീകരിച്ചിരുന്നു. എന്നാൽ 1-ാം നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോഴേക്കും ക്രിസ്തീയ വിദ്യാഭ്യാസത്തിനായി
സ്കൂളുകൾ നിലവിൽ വന്നു. ഓക്കെ, അപ്പോൾ ഇനി ആദിമ സഭയിൽ അല്ലെങ്കിൽ ആദിമ ഘട്ടത്തിൽ നിലവിൽ വന്ന സ്കൂളുകളുടെ പേര് ഞാൻ പറയുന്നു, അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. അപ്പോൾ ഒന്നാമതായിട്ട് നിലവിൽ വന്ന സ്കൂളിന്റെ പേരാണ് കാറ്റക്കമനൽ. നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതുന്നവരാണെങ്കിൽ അതിന്റെ ഇംഗ്ലീഷ് സ്പെല്ലിംഗ് ഞാൻ പറഞ്ഞുതരാം. CATCHUMENTAL. ഒന്നുകൂടെ പറയാം. കാറ്റക്കമനൽ. CATCHUMENTAL. കാറ്റക്കമനൽ സ്കൂൾസ്. കാറ്റക്കമനൽ സ്കൂൾസ്. ഓക്കെ, അപ്പോൾ ഈ സ്കൂളിന്റെ പ്രത്യേകതയാണ് നമ്മൾ ഇന്ന് അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സ്കൂളുകൾ നിലവിൽ വന്നത് എപ്പോഴാണ്? 1-ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കാണ് ക്രിസ്തീയ സ്കൂളുകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്കൂളുകൾ നിലവിൽ വന്നത്. അല്ല, അതിൽ ഒന്നാമതായിട്ട് നിലവിൽ വന്ന സ്കൂളാണ് കാറ്റക്കമനൽ സ്കൂൾസ്. അപ്പോ 1-2 നൂറ്റാണ്ടുകളിൽ സഭ ഔപചാരിക വിദ്യാഭ്യാസം നൽകിയിരുന്നത് കാറ്റക്കമനൽ സ്കൂളിലൂടെ ആയിരുന്നു. അപ്പോ 1-2 നൂറ്റാണ്ടുകളിൽ ആദിമസഭ ഔപചാരിക വിദ്യാഭ്യാസം നൽകിയിരുന്നത് ഈ സ്കൂളുകളിലൂടെ ആയിരുന്നു. ഏത് സ്കൂളാണ്? കാറ്റക്കമനൽ സ്കൂളുകളിലൂടെ ആയിരുന്നു. അപ്പോൾ ഈ സ്കൂളിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത് ജാതികളിൽ നിന്ന് സ്നാനമേറ്റ് സഭയോട് ചേരുവാൻ താല്പര്യമുള്ളവരെ ക്രിസ്തീയ വിശ്വാസങ്ങൾ അഭ്യസിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സ്കൂള് ആരംഭിച്ചത്. ഓക്കെ, അപ്പോ ഈ ഞാൻ എന്തായിരുന്നു? മ്യൂട്ടായിരുന്നു ആദ്യ ഭാഗം സാർ പറഞ്ഞപ്പം. ഓ സോറി. ഓക്കെ, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ കാറ്റക്കമനൽ സ്കൂൾ എന്നാണ് അതിന്റെ സ്പെല്ലിംഗ് കിട്ടിയായിരുന്നോ ഞാൻ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ ഈ സ്കൂള് തുടങ്ങിയത് 1-2 നൂറ്റാണ്ടുകളിൽ ആദിമസഭ ഔപചാരിക വിദ്യാഭ്യാസം നൽകിയിരുന്നത് അല്ലെങ്കിൽ ഫോർമൽ എഡ്യൂക്കേഷൻ നൽകിയിരുന്നത് ഈ കാറ്റക്കമനൽ സ്കൂളുകളിലൂടെ ആയിരുന്നു. അപ്പോൾ ഈ സ്കൂള് തുടങ്ങിയത് 1-2 നൂറ്റാണ്ട് ആ സമയത്താണ്. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം, ഈ കാറ്റക്കമനൽ സ്കൂളിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന് അല്ലെങ്കിൽ വിശ്വാസ സ്നേഹമേറ്റ് സഭയോട് ചേരുവാൻ താല്പര്യമുള്ളവരെ ക്രിസ്തീയ വിശ്വാസങ്ങൾ അഭ്യസിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ചതാണ് ഈ പാഠശാലകൾ. ഞാൻ ഒന്നുകൂടെ പറയാം. ജാതികളിൽ നിന്ന് സ്നാനമേറ്റ് സഭയോട് ചേരുവാൻ താല്പര്യമുള്ളവരെ ജാതികളിൽ നിന്ന് സ്നാനമേറ്റ് സഭയോട് ചേരുവാൻ താല്പര്യമുള്ളവരെ ക്രിസ്തീയ വിശ്വാസങ്ങൾ അഭ്യസിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ചതാണ് ഈ പാഠശാലകൾ. സ്പെല്ലിംഗ് ഒന്നും കൂടി ഒന്ന് പറയാമോ? ഞാൻ പറയാം. കാറ്റക്കമനൽ. ജാതികളിൽ നിന്ന് സ്നാനമേറ്റ് സഭയോട് ചേരുവാൻ താല്പര്യമുള്ളവരെ ക്രിസ്തീയ വിശ്വാസങ്ങൾ അഭ്യസിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ചതാണ് ഈ കാറ്റക്കമനൽ പാഠശാല. അത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഇത്രയുള്ള കാറ്റക്കമനൽ എന്ന് പറയുന്നത് ജാതികളിൽ നിന്ന് സ്നാനമേറ്റ് അവരെ വിശ്വാസങ്ങൾ അഭ്യസിപ്പിക്കുവാനായിട്ട് സ്ഥാപിച്ച പാഠശാലകളാണ് കാറ്റക്കമനൽ സ്കൂൾസ് അല്ലെങ്കിൽ പാഠശാല. അപ്പോൾ ഇവരെ കൂടാതെ പുതുതായിട്ട് വിശ്വാസത്തിൽ
വിശ്വാസത്തിലേക്ക് വരുന്നവരെ കൂടാതെ വിശ്വാസികളുടെ മക്കളെയും ഇവിടെ പഠിപ്പിച്ചിരുന്നു. അപ്പോ വിശ്വാസികളുടെ മക്കൾ അല്ലേ, അപ്പോ അവര് നമ്മൾ പറയുന്ന വിശ്വാസം കണ്ടും കേട്ടുമാണ് അവര് വരുന്നത്. എങ്കിലും അവരെയും ഈ കാറ്റഗറി സ്കൂളിൽ അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടിടയാണ്. ഓക്കെ, അപ്പോ ഇത്തരം പുതുതായി വിശ്വാസത്തിലേക്ക് വരുന്നവരെ കൂടാതെ വിശ്വാസികളുടെ മക്കളെയും ഇവിടെ പഠിപ്പിച്ചിരുന്നു. പഠിപ്പിക്കലിനെ കാറ്റഗിസം എന്നും, ഓക്കെ, പഠിപ്പിക്കുന്നതിനെ അല്ലെങ്കിൽ പഠിപ്പിക്കലിനെ കാറ്റഗിസം എന്ന് പറയുന്നു. കാറ്റഗിസം എന്നും വിദ്യാർത്ഥിയെ കാറ്റക്യുമിൻ എന്നും വിളിച്ചു. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും അത് നോട്ട് ഞാൻ തരുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ കേൾക്കുന്നത് ഓക്കെ മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോ ഓക്കെ, വിശ്വാസത്തിൽ പുതുതായിട്ട് വിശ്വാസത്തിൽ വരുന്നവരെ കൂടാതെ വിശ്വാസികളുടെ മക്കളെയും ഈ കാറ്റഗമിനൽ സ്കൂൾസിലേക്ക് അക്കോമഡേറ്റ് ചെയ്തിരുന്നു, അവരെ കൂടെ ഉൾപ്പെടുത്തിയിരുന്നു. എന്തുകൊണ്ടെന്നാൽ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളും വിശ്വാസത്തിന്റെ ക്രിസ്തീയ വിശ്വാസ പ്രമാണങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഓക്കെ, അതുകൊണ്ടാണ് ഈ വിശ്വാസികളുടെ മക്കളെ കൂടെ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയത്. ഓക്കെ, ഓക്കെ, അടുത്ത് സ്നാനത്തിനുള്ള ഒരുക്കമായി നടത്തി വന്നിരുന്ന ഈ പഠനം 2-3 വർഷങ്ങൾ ഓരോ വിശ്വാസിയും പുതിയ നിയമ ഉപദേശങ്ങൾ പഠിക്കുക എന്ന ഉദ്ദേശമായിരുന്നു ഇതിന് പിന്നിൽ. 3 ഘട്ടങ്ങളായി വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയിരുന്നു. ഉണ്ടോ? അപ്പോൾ ഈ പാഠശാല ഇപ്പോ നമ്മുടെ സിസ്റ്റം അനുസരിച്ച് BTH കോഴ്സ് പോലെയാണ് അല്ലെ. ഒരു ജാതിയിൽ നിന്ന് ഒരു വ്യക്തി വിശ്വാസ പ്രമാണം സ്വീകരിച്ച് വരികയാണെങ്കിൽ അവര് കുറഞ്ഞത് 3 വർഷം ഈ വിശ്വാസ പ്രമാണം പഠിക്കണമെന്നാണ്. അതായത് കാറ്റഗമിനൽ സ്കൂളിൽ പഠിക്കണം, എങ്കിൽ മാത്രമേ ഒരു സഭയുടെ മെമ്പർഷിപ്പ് അംഗത്വം കൊടുക്കുള്ളായിരുന്നു. കണ്ടോ, അങ്ങനെ ആ സിസ്റ്റം ഇന്നും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലയോ. അങ്ങോട്ട് വഴി പോകുമ്പോ പള്ളിയുടെ ഭംഗി കണ്ട് കയറി 2 ആഴ്ച ഇരിക്കും, 3-ാമത്തെ ആഴ്ച പ്രശ്നം ഉണ്ടാക്കി അടുത്തിരിക്കുന്ന ആളിനെ കൂടെ അങ്ങ് കൊണ്ടുപോകും അല്ലേ. പക്ഷെ ഈ സിസ്റ്റം എല്ലാ സഭയിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പെന്തക്കോസ്ത് സഭകളിൽ ഒരുവിധം സിസ്റ്റമായിട്ട് പോകുമായിരുന്നു. ഓക്കെ, കണ്ടോ, ഈ കാറ്റഗമിനൽ സ്കൂളിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ സ്നാനമെടുക്കാനായിട്ട് പ്രമാണിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾ പഠിപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ്. ഇത് എത്ര വർഷം നീണ്ടിരുന്നു? 2-3 വർഷം എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഈ പഠനം 2-3 വർഷങ്ങൾ നീണ്ടു നിന്നിരുന്നു. ഓരോ വിശ്വാസിയും പുതിയ നിയമ ഉപദേശങ്ങൾ പഠിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. അപ്പോ ഈ സ്കൂളിനെ തന്നെ 3 ഘട്ടമായിട്ട് വീണ്ടും തിരിക്കുന്നു. ഈ കാറ്റഗമിനൽ സ്കൂൾസിനെ 3 ഘട്ടങ്ങളായിട്ട് വിദ്യാർത്ഥികൾ പരിശീലനം നൽകിയിരുന്നു. ഒന്ന്, ശ്രോതാക്കൾ. 1-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ശ്രോതാക്കൾ. ഈ കാറ്റഗമിനൽ സ്കൂളിന്റെ 3 ഘട്ടമാണ്. ഒന്ന്, ശ്രോതാക്കൾ, ഇംഗ്ലീഷിൽ ഹിയറേഴ്സ്. ഓക്കെ, HEARERS, ഹിയറേഴ്സ്, ശ്രോതാക്കൾ. ഓക്കെ. 2, മുഴങ്കാലിൽ നിൽക്കുന്നവർ. 3-ാമത്തെ ഘട്ടമാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഓക്കെ, അപ്പോ ഈ കാറ്റഗമിനൽ സ്കൂള് വിശ്വാസ മൂല്യങ്ങളെ പഠിപ്പിക്കാൻ, പ്രാഥമിക വിശ്വാസ മൂല്യങ്ങളെ പഠിപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു. ഇത് 2-3 വർഷം വരെ ഈ പഠിപ്പിക്കൽ ഈ കാലഘട്ടം നിന്നിരുന്നു. ഈ കാറ്റഗമിനൽ സ്കൂളിലെ അല്ലെങ്കിൽ 3 ഘട്ടങ്ങളായിട്ട് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയിരുന്നു. 1-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ശ്രോതാക്കളാണ്. ഈ ശ്രോതാക്കൾ എന്ന ഘട്ടത്തിൽ പഠിതാക്കളെ ശ്രോതാക്കൾ എന്ന് വിളിക്കുന്നത് വേദവായന ഈ ആദ്യഘട്ടമാണ്. ഈ കാറ്റഗമിനൽ സ്കൂളിലെ ആദ്യഘട്ടം വിദ്യാർത്ഥികൾ അക്കോമഡേറ്റ് ചെയ്തിരുന്നത് അവർക്ക് വേദഭാഗ വായന, പ്രസംഗം തുടങ്ങി ആരാധനയുടെ പ്രാരംഭ ഭാഗം കേൾക്കുവാൻ മാത്രം അനുവദിക്കപ്പെട്ടവരാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാധനയുടെ പ്രൈസ് ആൻഡ് വർഷിപ്പിന് മാത്രം ഇവർക്ക് അത് കണ്ടും കേട്ടും ഇരിക്കാം.
എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നും ആ കാര്യങ്ങളൊന്ന് നിരീക്ഷിക്കുക മാത്രമാണ് ഈ ഗ്രൂപ്പുകാർക്ക് അവസരം നൽകിയിരുന്നത്. പിന്നെ പ്രസംഗങ്ങൾക്ക് ഇവർക്ക് എന്ത് ചെയ്യാം, വായന ഭാഗം, വേദഭാഗ വായന, പ്രസംഗം തുടങ്ങിയ ആരാധന പ്രാരംഭ ഭാഗം മാത്രമേ അവർക്ക് കേൾക്കാൻ മാത്രം അനുവദിക്കപ്പെട്ടവരാണ്. അതിൽ അവർക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല, അല്ലയോ? ഇന്നത്തെ സഭയുടെ ഒത്തിരി ഒരു ഡിസ്റ്റൻസ് ആണ്, അല്ലേ? ഇന്നൊരു പുതുതായിട്ടൊരു വിശ്വാസം ഒന്നല്ല, 2 ആഴ്ച കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും സാക്ഷ്യത്തിനുള്ള സമയം കൊടുത്തില്ലെങ്കിൽ അടുത്ത സഭ കൊണ്ടുവന്ന് നോക്കി പോകും, അല്ലേ? ഇവിടെ കണ്ടോ, ആദ്യ ഒരു ഘട്ടമാണ് ശ്രോതാക്കൾ. അവർക്ക് ഈ പ്രാരംഭ ഘട്ടം, വേദവായന, പ്രസംഗം, ആരാധന, ഇവയൊക്കെ പ്രാരംഭ ഭാഗം കേൾക്കുവാൻ മാത്രം അനുവദിക്കപ്പെട്ടിരുന്നവരാണ്. അങ്ങനെ അനുവാദമുള്ളവർ, അതാണ് ശ്രോതാക്കൾ അല്ലെങ്കിൽ ഹീറേഴ്സ് എന്ന് പറയുന്നത്. ഇനി എനിക്ക് തോന്നുന്നത് ഇതൊരു 6 മാസമെങ്കിലും ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് 2ാം ഘട്ടത്തിലേക്ക് അതിൽ വിജയിച്ച് കയറുന്നവരാണ് മുഴങ്കാലിൽ നിൽക്കുന്നവർ, നീലേഴ്സ്, മുഴങ്കാലിൽ നിൽക്കുന്നവർ. ഇത് കുറച്ച് നാളുകൾ കേൾവിക്കാരായിരുന്നു സാന്മാർഗികമായും വചനപരമായും ജീവിതം തെളിയിക്കുന്നവർക്ക് 2ാം ഗ്രേഡിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നു. കണ്ടോ, ഈ 1ാമത്തെ ശ്രോതാക്കൾ ജസ്റ്റ് കേട്ടങ്ങനെ മാത്രമല്ല, അവർ വചനം കേട്ടത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയോ എന്ന് അവർക്ക് തോന്നിയാൽ, അല്ലെങ്കിൽ തെളിയിച്ച് ആ സാക്ഷ്യം അവർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ, അവിടെ പറയുന്ന 2 വാക്കുകളാണ്, സാന്മാർഗികമായും വചനപരമാവും വചനപ്രകാരവും ജീവിതം തെളിയിച്ചവർക്ക് 2ാം ഗ്രേഡിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നു. ഇവരെ മുഴങ്കാലിൽ നിൽക്കുന്നവർ എന്നാണ് വിളിക്കുന്നത്. അപ്പോ ഇവർക്ക് കർത്തൃമേശ ഒഴികെയുള്ള എല്ലാ ശുശ്രൂഷകളും സംബന്ധിക്കുവാൻ ഇവരെ അനുവദിക്കുന്നു. അപ്പോ ഈ 2ാം ഘട്ടത്തിലും വചനം നന്നായിട്ട് മനസ്സിലാകും, പറയാൻ പറ്റും, സാന്മാർഗിക ജീവിതം, അവരുടെ ജീവിതം വചനപ്രകാരമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് എല്ലാ ശുശ്രൂഷകളും പങ്കാളികളാകാം, കർത്തൃമേശ ഒഴികെ, അല്ലെ? കർത്തൃമേശ ഒഴികെയുള്ള എല്ലാ ശുശ്രൂഷകളിലും സംബന്ധിക്കുവാൻ അവർക്ക് ഇവരെ അനുവദിച്ചിരുന്നു. ഇനി അടുത്ത 3ാം ഘട്ടമാണ് ഈ കാറ്റഗറിക്കൽ സ്കൂളിന്റെ 3ാം ഘട്ടമാണ് തെരഞ്ഞെടുക്കപ്പെട്ടവർ, ദി ചോസൺ, തെരഞ്ഞെടുക്കപ്പെട്ടവർ. ഈ ഗ്രൂപ്പിൽ സ്നാനത്തിനുള്ള നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കുകയും പരീക്ഷണകാലം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്യുന്നവരാണ് 3ാമത്തെ ഗ്രൂപ്പ്. അപ്പൊ 1ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്തു, അസൈൻമെന്റ് എല്ലാം റിക്വയർമെന്റ് എല്ലാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് 2ാം വർഷത്തിലേക്ക് പ്രവേശിച്ചു. പിന്നെ 3ാം വർഷം നമ്മൾ ഈ അക്കാഡമിക്കിന്റെ കാര്യങ്ങളെല്ലാം റിക്വയർ ചെയ്യുന്നത് പോലെ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഗ്രാജുവേഷൻ കൊടുക്കുള്ളൂ, അല്ലേ? അതുപോലെ ഈ മുഴങ്കാലിൽ നിൽക്കുന്നവർ, ശ്രോതാക്കൾ, മുഴങ്കാലിൽ നിൽക്കുന്നവർ, ഈ 2 ഘട്ടം വിജയകരമായി പൂർത്തീകരിച്ചവർക്ക് മാത്രം സ്നാനത്തിനുള്ള നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കുകയും പരീക്ഷണകാലം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്യുന്നവരാണ് 3ാമത്തെ ഗ്രൂപ്പ്. ഇവർക്ക് ആരാധന, ഉപദേശം, ഉപവാസം തുടങ്ങിയവയിൽ നിർബന്ധ പരിശീലനം നൽകിയ ശേഷം സേവനത്തിനായി അനുവാദം നൽകുന്നു. ഇതിനു ശേഷമാണ് സഭയിൽ പൂർണ്ണ അംഗത്വം അവർക്ക് ലഭിക്കുന്നത്. കണ്ടോ, ആദിമ സഭയുടെ ആ സ്ട്രിക്റ്റ്, അല്ലേ? നമ്മൾ പാടി ആരാധിക്കുമല്ലേ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ ഇന്ന് ഉണ്ടാകണമെന്ന്. പക്ഷെ ആ അനുഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറെ പേരൊക്കെ സഭയൊക്കെ പുറത്താകും, അല്ലേ? അത് ഉറപ്പായ കാര്യമാണ്. ഓക്കെ, അപ്പോ ഇവിടെ കണ്ടോ, 3ാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോ അവർ പൂർണ്ണമായി ഈ പറയപ്പെട്ട വചനങ്ങൾ പാലിക്കുന്നവരാണെന്ന് അവരെ പരീക്ഷിക്കും. പരീക്ഷണകാലം വിജയകരമായി പൂർത്തീകരിച്ചവർക്ക് മാത്രമാണ് 3ാമത്തെ ഗ്രൂപ്പിലേക്ക് പ്രവേശനമുള്ളത്. ഈ ഗ്രൂപ്പിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആരാധന, ഉപദേശം, പിന്നെ ഉപവാസം തുടങ്ങിയവയിൽ നിർബന്ധ പരിശീലനം നൽകിയ ശേഷമാണ് സ്നാനത്തിന് അനുവാദം നൽകുന്നത്, അല്ലേ? നമ്മുടെ ചെറുപ്രായം, ഇന്നൊക്കെ സഭകൾ അത്രയും സ്ട്രിക്റ്റ് അല്ലെന്ന് തോന്നുന്നു, അല്ല എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ മുന്നിൽ സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറഞ്ഞത് ഒരു 3 ദിവസം ഒരു ഉപവാസം ഇരുന്നെങ്കിൽ മാത്രമേ അവർക്ക് സ്നാനം കൊടുക്കുള്ളൂ, അല്ലേ? ഇന്ന് പാസ്റ്റർമാർ റിക്വസ്റ്റ് ചെയ്യണം, ബ്രദറെ അടുത്ത ആഴ്ച സ്നാനം ഒരുക്കട്ടെ, സ്നാന ശുശ്രൂഷ തയ്യാറാക്കട്ടെ, അല്ലേ? അല്ലെങ്കിൽ പക്ഷേ മുമ്പൊക്കെ അങ്ങനെ ഇല്ലായിരുന്നു. പഴയ ദേവദാസന്മാർ ഭയങ്കര വചനത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, അല്ലേ? കുറഞ്ഞത് 3 ദിവസം ഒരു വെള്ളം പോലും കുടിക്കാതെ ഇരിക്കും എന്ന് പറയും, അല്ലേ? എങ്കിൽ മാത്രം, പക്ഷെ അങ്ങനെ ഇരിക്കാനും തയ്യാറാണ്, അല്ലേ? ഒരു തിരുവിരുന്ന് അല്ലെങ്കിൽ തിരുവത്തയുടെ ശുശ്രൂഷ പങ്കെടുക്കാനായിട്ട്
ഉപവാസത്തോടെ അത്രയും ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ആയിരുന്നെങ്കിൽ മാത്രമേ കർത്തൃമേശ കൊടുക്കത്തുള്ളായിരുന്നു. ഇന്ന് പാസ്റ്റർമാരുടെ വെല്ലുവിളി എന്ന് പറയുന്നത്, ദൈവമേ നമ്മുടെ സഭയിൽ വിശിഷ്ടനായിട്ട് എല്ലാവരും ആരും തിരുമേശയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലേ? ഞാനൊരു ചെറിയ സഭയുടെ പാസ്റ്ററായതുകൊണ്ട് കർത്താവ് ഒരുക്കി വെച്ചത് ഞാൻ മാത്രം തിന്നാൻ ഇടവരുന്നത്, വിശ്വാസികളെ ഒരുക്കണേ എന്നായിരിക്കും പ്രാർത്ഥിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഒരുക്കി വെച്ച വീഞ്ഞ് ഞാൻ തന്നെ പ്രാർത്ഥിച്ച് ഞാൻ തന്നെ കുടിക്കേണ്ട ഗതി വരും. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ആദിമ സഭ അത്രയും സ്ട്രിക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഉപദേശം, ഉപവാസം തുടങ്ങിയവയിൽ നിർബന്ധിത പരിശീലനം നൽകിയ ശേഷം സ്നാനത്തിന് അനുവാദം നൽകുന്നു. ഇതിനു ശേഷമാണ് സഭയിലെ പൂർണ്ണ അംഗത്വം ഇവർക്ക് എന്ത് ചെയ്യുന്നത്, നൽകുന്നത്. ഫുൾ മെമ്പർഷിപ്പ് നൽകുന്നത് അതിന് ശേഷമാണ്. അപ്പോ അതുവരെയും ടെമ്പററി രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ടെമ്പററി മെമ്പർഷിപ്പ് ആണ് പ്രിയപ്പെട്ട അല്ലെങ്കിൽ വന്ന വിശ്വാസത്തിൽ നിന്ന് വന്നവർക്ക് നൽകിയിരുന്നത്. സ്നാനത്തിലും ഈ ഉപദേശം അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് 2 or 3 വർഷം ഈ ഒരു കോഴ്സ് പഠിച്ചു തീർന്ന ശേഷമാണ് അതിൽ പൂർണ്ണ പ്രാഗൽഭ്യം പരീക്ഷണകാലം വിജയകരമായി പൂർത്തീകരിച്ചവർക്ക് മാത്രമാണ് സ്നാനത്തിന് അനുവാദം നൽകിയിരുന്നതും പിന്നെ സഭയിൽ പൂർണ്ണ അംഗത്വം അവർക്ക് ലഭിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസ സംഹിതകളുടെ പഠനത്തിന് വേണ്ടി ഒരു ആദ്യകാല സംവിധാനമായിരുന്നു കാറ്റക്കിമിനൽ സ്കൂളുകൾ. അപ്പം ഇനി അടുത്ത 2ാമത്തെ സ്കൂളിലേക്ക് നിങ്ങൾക്ക് ബ്രേക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ ക്ലാസ് ഉണ്ട്. 5-ാമത്തെ മിനിറ്റ് ബ്രേക്ക് വേണമെങ്കിൽ ഓക്കെ. ഉത്സാഹത്തോടെ കേട്ടോണ്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, ഒരു ചെറിയ ബ്രേക്ക് നമുക്ക് 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓക്കെ. അപ്പോ ഇനി 6:36 അല്ലേ? അപ്പൊ ഒരു 45. സൂസൻ, എന്തുകൊണ്ട് വിശേഷം? സൂസനെ, സുഖമായിരിക്കുന്നു ആന്റി. പ്രൈസ് ദി ലോർഡ്. തണുപ്പ് കുറഞ്ഞോ? മഴയാ ഇപ്പം. മഴയായോ? ഇവിടെ മഴക്കോളേ ഉള്ളൂ, മഴയില്ല. കാലാവസ്ഥ എല്ലാം ഇവിടെ മാറി മറിഞ്ഞു വരുമോ? ഹോളിക്ക് മഴയില്ലായിരുന്നു, ഇപ്പൊ മഴ പെയ്യും.